ഹലോ, നമസ്കാരം. എൻ്റെ പേര് അബ്രാർ. ഇങ്ങനെ പൊതുവെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര ചില്ലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഒരു ഡിസൈനർ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. ഒപ്പം എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അത് ചില്ലായിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ സെഷൻ ആണെങ്കിൽ പോലും വളരെ റിലാക്സ്ഡ് ആയിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഷെറിനും ആഷിഫും ഒക്കെയും. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ടോപ്പിക്ക് കൾച്ചർ ഓഫ് ഡിസൈൻ തിങ്കിങ് ഒരു കടിച്ചാൽ പൊട്ടാത്ത ഒരു എല്ലിൻ കഷ്ണം പോലെയാണ് അത് ഒരു ആദ്യ രൂപത്തിൽ കാണുന്നത്. കാരണം നമ്മളുടെ കേരളത്തിൻ്റെ പൊതുവേദികളിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പക്ഷേ വളരെയധികം ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 3 പേർക്കും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് ഡിസൈനേഴ്സ് ഒക്കെ ഈ വേദികളിലിരിക്കുന്നു. അപ്പം നാളത്തേക്ക് എടുത്തു നോക്കുമ്പോൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പം നമ്മളുടെ ഈ വേദിയിൽ നിന്നുണ്ടാവുന്ന ഈ ചർച്ച വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ കടിച്ച പൊട്ടാത്ത ഒരു എല്ലിൻ കഷ്ണം നമുക്ക് ഒരുമിച്ചിരുന്ന് ചവയ്ക്കാം. ഓക്കെ, അപ്പം ഈ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് നമുക്ക് 3 പേർക്ക് ആദ്യം നമുക്ക് എന്താ തോന്നുന്നതെന്നുള്ളത് തന്നെ പറഞ്ഞു തുടങ്ങാം. ഞാൻ ആദ്യം പറയുന്നതിന് മുമ്പ് മേ ബി ഷെറിൻ, ആഷിഫ്, അപ്പോൾ ആദ്യം മേ ബി ഷെറിൻ ഒന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം. ഹായ്, ബേസിക്കലി ആർക്കിടെക്റ്റ് ആയിട്ടാണ് പ്രൊഫഷൻ വന്നത്. ഒരു മാസ്റ്റേഴ്സും എടുത്തു. അതായത് 7 ഇയേഴ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ 7 വർഷം ഞാൻ ആർക്കിടെക്ചറിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് പറ്റണ ഒരു പണിയല്ല. സോ വേറെ എന്തെങ്കിലും ഒരു സംഭവം. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ എന്തൊക്കെയാണോ ചെയ്യണത് എല്ലാത്തിൻ്റെ ബേസും ഈ പറയുന്ന ആർക്കിടെക്ചർ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഡിസൈൻ തിങ്കിങ്, ഇപ്പോൾ കൾച്ചർ ഓഫ് ഡിസൈൻ തിങ്കിങ് പറയുമ്പം ഞാൻ ചെയ്യുന്ന എല്ലാ പ്രോജക്ട്സ് ആണെങ്കിലും അതിൽ വളരെയധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോജക്ട്സാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം എപ്പോൾ ചെയ്യുമ്പോഴും ആ ഒരു ഡിസൈൻ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ മറ്റൊരാൾ, അതായത് നിങ്ങൾ എന്തായിരിക്കും ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ആവശ്യം ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കാം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ആർക്കിടെക്ചറിൻ്റെ ഒരു ഹെൽപ്പും അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരു ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന പ്രൊജക്റ്റുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് ഫ്ലീ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഏകദേശം 30,000-35,000 ആൾക്കാർ വരുന്നതാണ്. അപ്പം എല്ലാം ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. പക്ഷെ എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കോഴിക്കോട് പോലത്തെ ഒരു സ്ഥലത്ത് കോഴിക്കോട്ടുകാരി ആവുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും അപ്പുറത്തെ സൈഡിൽ നിന്ന് ആലോചിക്കും, ഓക്കെ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പാട്ട് മസ്റ്റാണ്. അപ്പോൾ അതിലെല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും അവിടെ ഉണ്ട്. ഒരു യങ് ക്രൗഡ് മാത്രമല്ല. ഇപ്പോൾ കോഴിക്കോട്ടിൽ എന്ത് പരിപാടി വെക്കുകയാണെങ്കിലും അവിടെ ഫാമിലി ക്രൗഡാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓക്കെ, എന്നാൽ പാട്ട് എന്തായാലും വേണം. പാട്ടെന്ന് പറയുമ്പോൾ എന്താ, ഗസലും വേണം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റർ ബ്രാൻഡ് അല്ലെങ്കിൽ അങ്ങനത്തെ യങ് ഗ്രൂപ്പിൻ്റെ ആൾക്കാരുടെ സംഭവം വരണം. പിന്നെ ഇനി ഫോട്ടോഗ്രാഫേഴ്സാണോ, ഓക്കെ ഫോട്ടോഗ്രാഫേഴ്സ് വരട്ടെ. ഇനിയിപ്പോൾ ഡാൻസ് ആണോ, ഓക്കെ വരട്ടെ. സിനിമയാണോ, എന്നാൽ സിനിമ വരട്ടെ. അങ്ങനെ അത് ഓപ്പോസിറ്റിൽ നിന്ന് ആലോചിക്കുമ്പോൾ എന്തൊക്കെയാണോ കിട്ടുന്നത് അതാണ് എൻ്റെ പൊതുവെയുള്ള എല്ലാ തിങ്കിങ്ങും ആക്ച്വലി ഡിസൈൻ തിങ്കിങ്ങിൽ വരുന്നത്. അപ്പുറത്ത് നിന്ന് നോക്കി ചെയ്യുക എന്നുള്ളതാണ്. സോ യാ. ഹായ്, ആഷിഫ്. ഞാൻ 5 ഇയർ എൻ്റെ ആർക്കിടെക്ചർ കോഴ്സ് കഴിഞ്ഞിട്ട് ഐ എം പ്രാക്ടിങ് ആസ് എൻ ആർക്കിടെക്ട് ഫോർ ദ പാസ്റ്റ് 3 ഇയേഴ്സ്. സോ അത് കൂടാണ്ട് പാരലി ഐ എം വർക്കിംഗ് ആസ് എ ഫ്രീലാൻസർ ഫോർ ബ്രാൻഡ് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ് ആൻഡ് കൺസെപ്ച്വൽ ഡിസൈനിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ വാട്ട് ഐ തിങ്ക് ഇസ് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പോഷർ നമുക്ക് തരുന്നത് ബാക്കിയുള്ള ഡിസൈൻ ഫീൽഡിലെ പാരലൽസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് നമ്മൾ 3 പേരും വേരീഡ് പ്രൊഫഷൻസ് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പാർട്ട് ഫ്രം ആർക്കിടെക്ചർ. പക്ഷേ ഐ തിങ്ക് ഒരു സിമിലർ ടോൺ ഇസ് വി ഓൾ കംപ്ലീറ്റഡ് 5 ഇയർ ആർക്കിടെക്ചർ ആൻഡ് ഹൗ ദാറ്റ് ഇസ് ഹെൽപ്പിംഗ് ഇൻ ദ പാരലൽ ഡിസൈൻ ഫീൽഡ്. And for me, design thinking is a process which I received after the course of architecture. So as architects, I think the most important thing which we received was to solve problems. The basic thing of design thinking for me is the aspect of solving problems and solving problems at multiple levels. And architects in the case there are people who solves problems from a macro scale to very micro scale.
ആൻഡ് ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ഭയങ്കര ഫങ്ഷണൽ റിലേറ്റഡ് ആയിട്ട് കാര്യം ഉണ്ടാവും. It involves aesthetics, it involves technical aspects, so that we are looking into multiple things. And I think that is conditioning ourselves to create certain kind of design thinking. That process is there. And that is the same thing which I try to apply in any other field which I'm doing. അപ്പോൾ അതിപ്പം ലോഗോ ഡിസൈനിങ് ആണെങ്കിലും വേറെ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിലും ഐ ഫീൽ ആ ഒരു കൈൻഡ് ഓഫ് നാരേറ്റീവ്സ് ഇപ്പോൾ ആർക്കിടെക്ചർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നത് where you involve in multiple things is very helpful in preparing or creating ideas or thoughts, and that is the basic way of design thinking for me. And I really feel design thinking is not a set of tools. Design thinking is a mindset that you gain when you keep designing. And the tools which you use ഈ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് are just to support നമ്മുടെ ഐഡിയാസിനെ ആൾക്കാരിലേക്ക് കൺവേ ചെയ്യാനായിട്ട്. അപ്പോൾ so this is the basic definition which I can give for design thinking in my aspect. So maybe if we can elaborate on with specific to നമ്മുടെ ഏതെങ്കിലും വർക്ക്സോ അല്ലെങ്കിൽ റിലേറ്റഡ് കാര്യങ്ങളാകുമ്പോൾ ഇത്രയും കൂടെ ക്ലാരിറ്റി. ഓക്കെ, ഞാൻ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ നാളായിട്ടൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ഡിസൈനേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഓരോ ദിവസങ്ങൾ കഴിയും തോറും നമുക്ക് ഡിസൈനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം വളരെ ബേസിക്കായിട്ട് ആദ്യം തോന്നുന്നത് കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് സ്മരിക്കാം, എന്നിട്ട് വളരെ കുട്ടികളെ പോലെ തന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ എല്ലാം ഒന്ന് അൺലേൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് റീലേൺ ചെയ്യാം. മേ ബി സംതിങ് ലൈക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് ആർട്ടിസ്റ്റ്, ക്രാഫ്റ്റ് പേഴ്സൺ, ഡിസൈനേഴ്സ്, എൻജിനീയേഴ്സ്, പ്ലാനിങ്. പക്ഷേ നമ്മൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഈ ആർട്ടിസ്റ്റും ഡിസൈനേഴ്സും സെയിം ആണോ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേഴ്സൺ ഡിസൈനേഴ്സ് സെയിം ആണോ, ക്രാഫ്റ്റ് പേഴ്സൺ ആർട്ടിസ്റ്റ് സെയിം ആണോ? പക്ഷേ ഇതിലൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോന്നിനും ഓരോ വാക്കുകളിലൂടെ തന്നെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബൗണ്ടറീസ് അവിടെ കുറച്ച് ബ്ലേർഡാണ് എന്നുള്ളതാണ്. അപ്പം ഇതിന് നോക്കുന്ന സമയത്ത് ഡിസൈൻ എന്ന് പറയുന്നത് അത് ഭയങ്കര അത്ഭുതപ്പെടുത്തിയത്, ഡിസൈൻ ഈസ് എവ്രിവെയർ ആൻഡ് എവ്രിബഡി ഈസ് എ ഡിസൈനർ. നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈനറായിട്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആ ഒരു റോള് വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മളെല്ലാവരും ഒരു ഡിസൈനറാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ആവശ്യമായിട്ട് തോന്നുന്നത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു മേഖലകളിലൊരു ഡിസൈൻ എക്സ്പെർട്ടൈസ് ഉണ്ടാവും. അതേപോലെ ഷെറിനുണ്ട്, ആഷിഫിനുണ്ട്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ഡിസൈൻ വൈഭവങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ പല മേഖലകളിലുണ്ടാവും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിൽ നമുക്ക് ഒരു മികച്ച കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പലപ്പോഴും ഡിസൈനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഡിസൈൻ ഈസ് എ പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ ഡിസൈൻ ഈസ് എ ഒരു ഫങ്ഷനാലിറ്റി ആണെന്ന് പറയാറുണ്ട്. ഒപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഓരോ രീതിയിൽ എസ്തെറ്റിക് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഡിസൈൻ എന്ന് പറയുന്ന പലപ്പോഴും ഒരു വാല്യൂ അഡിഷനാണ്. ഇപ്പം ഒരു ഡിസൈൻ തിങ്കിങ് ഒരു പർട്ടിക്കുലർ സാധനത്തിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എത്രത്തോളം ഇൻറ്റഗ്രേറ്റഡ് ആവാൻ പറ്റുന്നോ അത്രത്തോളം ആ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി അത്രത്തോളം ഇമ്പ്രൂവ്ഡ് ആവുകയാണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ തിങ്കിങ്ങിനെ എങ്ങനെ നമ്മളുടെ ഒരു സമൂഹത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എങ്ങനെ ഡിസൈനിനെ കൾട്ടിവേറ്റ് ചെയ്യാം, ഡിസൈൻ തിങ്കിങ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഹൗ ടു കൾട്ടിവേറ്റ് ഡിസൈൻ തിങ്കിങ് കൾച്ചർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്താണ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പം ഞാൻ ഈ തുടക്കം മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. ബാക്കി ചിലപ്പം എനിക്കൊന്ന് ഇതിന് ശേഷം നമ്മളുടെ എല്ലാവരുടെയും ചർച്ചകളിൽ നിന്ന് വീണ്ടും വളരെ വലിയ സാധനങ്ങൾ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ ഇൻവെൻറ്റിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത് ആ ഒരു കൗതുകത്തിൽ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യണം. കാരണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഓരോ ആൾക്കാരും എവിടെയെങ്കിലുമൊക്കെ ആഡ് ഓൺ ചെയ്യുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിലൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഡിസൈനിനെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു കാര്യം തോന്നിയിട്ടുള്ളത്,
നമ്മൾ ഡിസൈൻ എല്ലാ മേഖലകളിലും, ഡിസൈൻ ഈസ് എവരിവെയർ എന്ന് പറയുമ്പം നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻ, അല്ലെങ്കിൽ സിമ്പിൾസിൽ ഡിസൈൻ വരുന്നുണ്ട്. ഒപ്പം നമ്മൾ പിന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി നോക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന ഫർണിച്ചർ ഓർ ആർക്കിടെക്ചർ ഓർ നമ്മുടെ സറൗണ്ടിങ്സ്, അറ്റ്മോസ്ഫിയർ. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ നോക്കുമ്പം നിങ്ങൾക്ക് അതായത് സിസ്റ്റം ഡിസൈൻ അല്ലെങ്കിൽ സർവീസ് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഈ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ, നമ്മളുടെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഇങ്ങനെ ഓരോ ലെവൽ മാറി ഡിസൈൻ നമ്മളെ എവിടെയൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഏറ്റവും ഭയങ്കര മാക്രോ ലെവലിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പോളിസി ഡിസൈനും അതേപോലെ അതൊക്കെ വരുന്നത്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊളിറ്റീഷ്യൻസൊക്കെ ഓരോ ഡിസൈനേഴ്സാണ്. അപ്പം അവർക്ക് എത്രത്തോളം ആ ബോധ്യം വരുമോ എന്ന് വെച്ചാൽ ഞാനൊരു ഡിസൈനറാണ്, ഞാൻ ചെയ്യുന്ന ഒരു ഡിസൈനാണ് എന്നുള്ള ഒരു തോന്നലും ഒക്കെ എത്തുമ്പോൾ, അതായത് പോളിസി ഡിസൈൻ, നമുക്ക് എല്ലാവർക്കും ആ ഒരു പോളിസി ഡിസൈനിൽ ഭാഗമാകാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എന്ത് പോളിസിയാണ് ആവശ്യമുണ്ടെന്നുള്ളത് നമ്മളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പം നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മളാൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാവരും പോളിസി ഡിസൈനിലും ഒക്കെ ഭാഗമാവണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും ചോദിക്കും, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഡിസൈനേഴ്സിന് മാത്രമാണോ പറ്റുന്നത് എന്നുള്ളതാണ്. അല്ല, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് തിങ്കിങ് ആണ്, എന്ന് വെച്ചാൽ ഒരു മൈൻഡ് സെറ്റാണ്. അത് ആർക്കും, നമ്മളൊരിക്കൽ ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഡിസൈനറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ഡിസൈനറാണ്. ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുമല്ലോ, എനിക്ക് അതിനൊരു കലയും അതിനൊരു അറേഞ്ച്മെൻറ്റ്സും അതിനൊരു ഓർഡറും ഉണ്ട്. എന്നുവെച്ചാൽ അത് ഭയങ്കര ഞെട്ടിപ്പിച്ചു. കാരണം പുള്ളിക്കാരി അത്രയും കോൺഫിഡൻ്റ്ലി തന്നെ ഞാനൊരു ഡിസൈനർ ആണെന്നുള്ളത് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ നമ്മളിലിരിക്കുന്ന ഓരോ വ്യക്തികളും സ്വയം ഡിസൈനർ ആണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാവാൻ പറ്റുന്ന മാറ്റങ്ങളും നമ്മൾ അതിൽ ചെലുത്തുന്ന ഇമ്പോർട്ടൻസും വളരെയധികം വ്യത്യസ്തമാവും. അത് എങ്ങനെ നമ്മളുടെ സമൂഹത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്, ഇൻവെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോഷ്യൽ തിങ്കിങ് ആണ്. ഇറ്റ്സ് എ സോഷ്യൽ തിങ്കിങ്, ലൈക്ക് ഒരുപാട് മനുഷ്യരെ ഒരുമിപ്പിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്പേസസ് ആണ്. അപ്പോൾ ആ ഒരു മേഖലകളിലാണ് സപ്പോസ് ഷെറിനൊക്കെ നിൽക്കുന്നതും. കാലിക്കറ്റ് ഫ്ലീ മാർക്കറ്റ്, കാലിക്കറ്റിലുള്ള ഒരുപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു ലെൻസിൽ കൂടെ നോക്കുമ്പോൾ ഹൗ വി ക്യാൻ കൾട്ടിവേറ്റ് ഡിസൈൻ തിങ്കിങ്, ആ ഒരു ഡിസൈൻ തിങ്കിങ് കൾച്ചർ ജനങ്ങളിലോട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇപ്പോൾ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് വരുമ്പം എനിക്കിങ്ങനെ തോന്നാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയും ഗോവ ആണെന്നുള്ളത്. അപ്പോൾ ഗോവേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്ത് നിന്ന്, പല നാട്ടിൽ നിന്ന് പല ആൾക്കാർ ഒത്തുചേർന്ന ഒരു സ്ഥലമാണ്. അതിൽ എവിടെ പോവുകയാണെങ്കിലും അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളൊരു സംഭവം എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഫ്ലീ മാർക്കറ്റ് കോൺസെപ്റ്റ് കാണുന്നതും. അവിടെ നിന്ന് തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഇത് എന്തുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ കോഴിക്കോട് ഇല്ലാത്തത്? ഇത്രയധികം അടിപൊളി മനുഷ്യന്മാരുള്ളൊരു സ്ഥലം, അതായത് ഞാൻ അവിടെ നിന്ന് വരുന്നതുകൊണ്ടാണ് കോഴിക്കോടിനെ മാത്രം പറയുന്നത്. ഇത്രയധികം അടിപൊളി മനുഷ്യന്മാരുള്ള സ്ഥലം, ഇത്രയധികം എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ആൾക്കാർ, ഇത്രയധികം ഭക്ഷണം എല്ലാം, പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നില്ല? കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരുപാട് പരിപാടികൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ആർട്ട് എന്നുള്ളൊരു സംഭവം അതുകൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട്, കാരണം കലയെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് കലയെ ഒന്ന് ശരിക്കും അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു ഒറ്റ കോൺസെപ്റ്റിൽ നിന്ന് തുടങ്ങിയതാണ് ഇത് കാലിക്കറ്റ് ഫ്ലീ മാർക്കറ്റ്. അത് തുടങ്ങുന്നതും ആക്ച്വലി ഒരു പറ്റം നമ്മളെപ്പോലുള്ള ഒരു പറ്റം സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് അതിൽ പൈസ എന്താണെന്നറിയില്ല, ഒന്നും ഇല്ലാതെ തന്നെ തുടങ്ങിയൊരു സംരംഭമായിരുന്നു. അത് തുടങ്ങിയ ശേഷം ഫസ്റ്റ് ഡേ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു, എന്താ നീ ഉദ്ദേശിക്കേണ്ടത് ഇതിനെ കൊണ്ട്, എത്ര പേര് വരുമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 1000 പേര് എന്തായാലും വരും ഒരു ദിവസം. കാരണം കോഴിക്കോടല്ലേ, കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്താണ്, എന്തായാലും 1000 പേര് വരും. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഈ പരിപാടിക്ക് ലേറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു 1.5 കിലോമീറ്ററിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ക്യൂറേറ്ററും ഉണ്ട്. അയാളപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച്, ശരി ഇത് നമ്മളെ സ്ഥലത്തേക്കുള്ള ബ്ലോക്കാണ്. ഞാൻ നമുക്ക് വേറെ പണിയൊന്നുമില്ല, ആരപ്പോൾ നമ്മൾ പരിപാടിക്ക് വരാം, അതൊന്നുമല്ല. പിന്നെ അടുക്കും തോറും മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ 2 കിലോമീറ്റർ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. അതിലേക്ക് പിന്നെ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നിയേ, ഇത് നമ്മൾ ചെയ്തൊരു പരിപാടി ഇത്രയധികം, അതും ഡേ 1ൻ്റെ കാര്യമാണ് പറയുന്നത്. 1000 എന്ന് എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് 25,000 ആൾക്കാർ വരുന്നു. സെക്കൻഡ് ഡേ അത് 45,000 ആവുകയാണ്.
തേർഡ് ഡേയിലേക്ക് അത് 50,000 എത്തി. നമുക്കത് അവരെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. പോലീസ് വരുന്നു, ബഹളം വരുന്നു, എല്ലാവരും. പക്ഷെ എന്നാൽ തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അപ്പോൾ ഉള്ളിൽ കയറണം. അവർ പറയാം ഞങ്ങളൊന്ന് കയറ്റി വിട്ടാൽ മതി, നമുക്കൊന്ന് കാണാനായിട്ട് നമ്മൾ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറാതെ നിൽക്കുക. പിന്നെ നമ്മൾ വിചാരിച്ചു ലെറ്റ് ഇറ്റ് ബി, തുറന്നു കൊടുക്കുക. എന്തിനാ ഇപ്പോൾ ഇതിങ്ങനെ ഇത് നമ്മളെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യും തോറും അവരുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ തടസ്സപ്പെടുത്തുന്ന പോലെയാണ്. എന്നിട്ട് ലാസ്റ്റ് ഡേ ഇത് തുറന്നു വിടുകയും ഏകദേശം ഒരു മൊത്തമായിട്ടൊരു കൗണ്ട് ഇപ്പോഴും അറിയില്ല, പക്ഷേ ആൾക്കാർ പറയുന്നത് 60,000 to 80,000 ആൾക്കാർ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇടിച്ചു കയറി വരുമ്പോഴും ആൾക്കാർക്ക് കാണേണ്ടത് എന്താണ് ഇവർ പെയിൻറ്റ് ചെയ്തതൊക്കെ, ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ഓക്കെ ഇത് സ്റ്റേജ് ഒക്കെ ഇവർ കൈകൊണ്ട് ഉണ്ടാക്കിയതാണോ, ഈ ഡെക്കോർ എങ്ങനെയാണ് അവർ ചെയ്തത്. അതിനുശേഷം അതിലുള്ള ഞങ്ങളുടെ 3 എഡിഷൻസ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മളിതിനെ അനൗൺസ് ചെയ്യുമ്പോൾ ആളുകൾക്ക് അത്രയധികം ക്യൂരിയോസിറ്റിയാണ് അവർക്ക് എങ്ങനെ ഇതിൻ്റെ ഭാഗമാവാന്നുള്ളത്. അപ്പോൾ നമ്മളെ ഇത് ഷെറിൻ എന്നുള്ളൊരു പേര് ചിലപ്പോൾ വരുമായിരിക്കും എന്തൊക്കെ കാലിക്കറ്റ് ഫ്ലീ മാർക്കറ്റ് എന്നുള്ളത്, പക്ഷേ അതിൽ ഒരിക്കലും ഒരു തരത്തിലും ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് ഓൾവേസ് എ കളക്റ്റീവ് എഫേർട്ട്. ഒരുപാട് നല്ല മനസ്സുള്ള ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ വരണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നേരത്തെ എബ്രാർ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരുടെ തലയിലും ഉണ്ട്. ഇപ്പോൾ ഒരു വോള് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് കൊടുത്താൽ ഞാൻ വരക്കുന്നതായിരിക്കില്ല ഇയാൾ വരയ്ക്കുക, ഇയാൾ വരക്കുന്നതായിരിക്കില്ല ഇയാൾ വരയ്ക്കുക. പക്ഷേ ഇൻ ദി എൻഡ് അതൊരു ബ്യൂട്ടിഫുൾ സാധനമായിട്ട് തന്നെ വരികയാണ്. ആർട്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും അത് പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും മാത്രമാണ്. ഒരിക്കലല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് ആണെങ്കിലും എല്ലാം എവ്രിവെയർ ആർട്ട് ഈസ് ദെയർ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്ന പ്രോജക്ട്സിലൊക്കെ എനിക്ക് നാട്ടുകാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ നാട്ടിലെ ആൾക്കാർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ ഡിസൈൻ എന്നുള്ളൊരു സംഭവം അവരും അതിൻ്റെ ഒരു ഭാഗമാവുക. ദാറ്റ് ഇസ് ഓൾ വാട്ട് ഐ ഹാവ് ബീൻ തിങ്കിങ്. ലൈക്ക് എനിക്ക് ഇപ്പം ദ വർക്ക്സ് വിച്ച് ഐ ആം ഇൻവോൾവ് ഇൻ ഇപ്പോൾ കുറേ കൂടെ ലൈക്ക് സ്കെയിൽ ഡൗൺ ആണ് വേർ ഇറ്റ് കംസ് ടു ബ്രാൻഡ് ഡിസൈനിങ്, ലോഗോ ഡിസൈനിങ് കാര്യങ്ങൾ. അപ്പോൾ ഫ്രം വാട്ട് അബ്രാർ ആൻഡ് ഷെറിൻ ഹാവ് ടോൾഡ് എനിക്ക് തോന്നുന്നത് ലൈക്ക് ആ ഡിസൈൻ ലൈക്ക് അബ്രാർ സെഡ് എവ്രി വൺ ഇസ് എ ഡിസൈനർ ആൻഡ് ജനറലി ദർ ഇസ് സംതിങ് ലൈക്ക് design is to design a design to create a design. So it is a very generic term. So how to define what is designing? അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും everyone is a designer. When becomes a designer when you do conscious efforts in each step. So conscious ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രോസസ്സിലെ എല്ലാ സ്റ്റെപ്പിലും if you can involve some input, if you can have a very conscious reflection on one single input, നമ്മൾക്ക് അതിൽ നിന്ന് we try to get the best from it. And there comes the possibilities to create. There comes the possibility to think differently. അപ്പോൾ ആ ഒരു കോൺഷ്യസ് എഫേർട്ട് വെൻ യു പുട്ട് എവരി ബിക്കംസ് എ ഡിസൈനർ. അപ്പോൾ അവിടെയാണ് സ്പെസിഫിക് ആയിട്ട് ഓരോ ആൾക്കാർക്കും ഓരോ എക്സ്പെർട്ടീസ് ഉണ്ടാവുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലോഗോ ഡിസൈൻ ആൻഡ് ബ്രാൻഡിങ്, ഇപ്പോൾ വെൻ ഷെറിൻ വാസ് ടോക്കിംഗ് അബൌട്ട് ഹാവിങ് എ റിലേഷൻ വിത്ത് പീപ്പിൾ, ഫോർ മീ the relationship which I create is for an audience of a particular brand and also for the client. അപ്പോൾ when it comes to that എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ there is a process that we all generate after a period of time when you involve. അപ്പോൾ the most interesting part in design thinking for me is to generate certain strategies എൻ്റെ വർക്കിൽ. അപ്പോൾ ആ സ്ട്രാറ്റജീസ് വരുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളിലും കോൺഷ്യസ് ആയിട്ട് ഒരു എഫേർട്ട് ഇടുമ്പോഴാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ മീ ഇസ് ടു, സോ ഐ തിങ്ക് I'll just break down for me what design thinking or the process is. The intense research. I'm not a person who is good at general reading, but when I get a specific project, there is that in-depth research which I put in. Like അതിൽ നിന്നിട്ട് എന്ത് കിട്ടാം എന്നുള്ളത്. ആൻഡ് നമ്മൾ റിസർച്ച് മാത്രം ചെയ്തുകൊണ്ടിട്ടും കാര്യമില്ല, ആ റിസർച്ച് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിൽ നിന്ന് എന്തെടുക്കണം എന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റണം. വാട്ട് ഇസ് ദ കീ ക്രക്സ് ഓഫ് ദറ്റ് research, and then framing that into a question. So I'll just very easily tell you an example of thinking, of helping you think beyond. ഇപ്പോൾ ഞാൻ ഒരാളുടെ അടുത്ത് പറയാണ്, can you design a creative window? Design a window എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറേ സെറ്റ് ഓഫ് ഫ്രെയിംസ്, ഒരു ജനാലാൻ്റെ രൂപമൊക്കെ വന്നു തുടങ്ങി. റാദർ ഞാൻ ആ ക്വസ്റ്റ്യനെ മാറ്റിയിട്ട് design an instrument which lets in light and ventilation എന്ന് പറയുമ്പോൾ തന്നെ there is a difference in that question. And that reframing will help you have a depth in what you're doing. ഇപ്പോൾ തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ലേയേഴ്സിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ whenever I get a project, one step which I do is to rephrase the question in such a way it also allows me to push the limits. അപ്പോൾ and also adding a very simple term, what more a logo can be, what more this can be. Adding that what more will definitely push you. അപ്പോൾ this is one strategy for me to push my design thinking. അപ്പോൾ what I'm trying to convey is
everyone like Abrar and Sharon told is a designer, and for me these are certain strategies which I apply in my works so that like after a period of time you create certain strategies or set of moves. അതായത് ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുളി കൂടിപ്പോയി, നാരങ്ങ കുറച്ച് കൂടിപ്പോയി, നമ്മൾ പറയും കുറച്ച് പഞ്ചസാര ഇട്ട് അതിനൊന്ന് ബാലൻസ് ചെയ്യുമെന്ന് പറയുന്ന പോലെ തന്നെ ദാറ്റ് ഈസ് ഓൾസോ വൺ വേ ഓഫ് ഡിസൈനിങ്. അപ്പോൾ ഞാനും ഡിസൈൻ ചെയ്യുമ്പോൾ there are certain moves I prepare കുറേ നാള് when you do, and the most important thing is to constantly be in that process. Whatever you're doing, constantly be in that process, so that because our brain is a muscle, so that you play instruments, no, like ആരെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ടെങ്കിൽ it is the quickest action that comes because of the muscle memory. അപ്പോൾ അത് മസിൽ മെമ്മറി ഭയങ്കര റാപ്പിഡ് ആണ്, ക്വിക്ക് ആണ്. അപ്പം when you do certain these exercises, one simple way is to sketch, scribble. I really suggest to keep a sketchbook with you wherever you go. കാരണം എനിക്ക് as a person from after doing my 12 year of schooling, I was not a person who was involved in these kind of works. പക്ഷേ one single step which helped me create this kind of design thinking or kind of culture in designing is when I started using sketchbooks. So I'm just trying to tell you few elements which I apply in my design thinking. One is to use sketchbooks, reframing questions, the process of കുറെ iterations വരുത്തിക്കുക. And then ഇതൊന്നും ചെയ്തതുകൊണ്ട് മാത്രമാവില്ല, ഇതൊക്കെ നമ്മൾക്കൊരു ലേണിംഗ് ആവുന്നത് when you go and reflect back, you did this and you got this, and അതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് we should be clear, so that നമ്മൾ വേറൊരാൾക്കൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു കാര്യം കൺവേ ചെയ്യുമ്പോൾ he or she will be very clear in conveying our ideas with them. And also next time ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്കറിയാം ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം ഉള്ളത്, അത് സോൾവ് ചെയ്യാൻ ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം ട്രൈ ചെയ്ത ഈ ഒരു ഡിസൈൻ എലമെന്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് ബിക്കംസ് മൈ സ്ട്രാറ്റജി. ആൻഡ് ഐ ഫീൽ these strategies are parallels in every fields. ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ടാവും. So she might be following a strategy, he might be following a strategy in whatever he or she is doing, and that is creating their very unique way of design thinking. So design thinking is very unique. So what I'm trying to convey is, it is, again I'm stressing, it is a mindset. So how to create that? So one thing is to expose yourself to things, be conscious. So when you expose yourself, you'll have a huge think bank. നമുക്ക് എല്ലാവർക്കും ഒരു think bank ഉണ്ടാവില്ല, അവിടെ നിന്നായിരിക്കുമല്ലോ we'll have ideas. But when you expose yourself to multiple things, your think bank just keeps widening. അപ്പം for me, if you ask who is a good designer, one key feature of a designer, സാധ്യതകൾ കാണുക. ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ സാധ്യതകൾ കാണാൻ പറ്റുക എന്നുള്ളത് ഇസ് എ ഗുഡ് വേ ഓഫ് ഡിഫൈനിങ് എ ഡിസൈനർ. ഐ തിങ്ക് ദാറ്റ് ഇസ് വൺ വേ ഓഫ് ഡിഫൈനിങ്. ആൻഡ് അതിൻ്റെ ഒരു കണക്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത്, ദർ ഇസ് എൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ്, ഹിസ് നെയിം ഇസ് J.J. Gibson. അപ്പോൾ ആളുടെ ഒരു തിയറി ഉണ്ട്, അഫോർഡൻസസ് ബേസിക്കലി പോസിബിലിറ്റീസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, you have a door where you don't have anything, it is just a plain door. So what is the action you do? Just go and push it. You just have the option to push it. But if I add a handle to it, there is an option for you to pull it also. So that is affordances. So a good designer can create affordances. So whenever I do any work, what I try to do is maximum affordances എങ്ങനെ കൊടുക്കാം. അപ്പോൾ അത്രയും അഫോർഡൻസസും പോസിബിലിറ്റീസും പ്രീഡിഫൈൻഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, യു ആർ ബിക്കമിങ് മച്ച് ബെറ്റർ ഡിസൈനർ ഈച്ച് ടൈം. അപ്പോൾ ഓരോ ടൈമും നമ്മളിത് പഠിച്ചിട്ട് ഈ സ്ട്രാറ്റജീസിനെ നമുക്ക് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അഗെയിൻ റീരജിസ്റ്റർ ഇൻസൈഡ് യുവർ ബ്രെയിൻസ്, സോ ദാറ്റ് നെക്സ്റ്റ് ടൈം യു അപ്ലൈ ദിസ് ഓൺ സർട്ടൻ മൊമെന്റ്സ്. സോ ദാറ്റ് ഇസ് വൺ വേ മേ ബി ഐ എം ട്രൈങ് ടു കൺവേ മൈ ഡിസൈൻ തിങ്കിങ് പ്രോസസ്. Yeah, it's nice. But yeah, so how to cultivate a culture of design thinking. So ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആരടുത്തെങ്കിലും ഞാൻ ചുമ്മാ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക, ഹൗ ടു കൾട്ടിവേറ്റ് എ കൾച്ചർ ഓഫ് ഡിസൈൻ തിങ്കിങ്. എല്ലാ മനുഷ്യരിലോട്ടും നമുക്ക് നമ്മളുടെ നാട്, അതായത് കേരളത്തിൽ എങ്ങനെ ഓരോ മനുഷ്യരും ഡിസൈനർ ആവുന്നു, അല്ലെങ്കിൽ ഡിസൈൻ തിങ്കിങ് ഓരോ ആൾക്കാരുടെയും വേ ഓഫ് തിങ്കിങ് ആയി മാറുന്നത് എങ്ങനെ ആയിരിക്കാം എന്നുള്ളത് എനിക്കൊന്ന് ആ ചോദ്യോത്തര വേളയിലോട്ട് പോകുന്ന സമയത്ത് നമുക്കിത് ഭയങ്കര ഹെൽത്തിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ വലിയൊരു ഇൻവെൻഷൻ ആയിരിക്കും. സോ കൾട്ടിവേറ്റിംഗ് കൾച്ചർ എന്ന് പറയുന്ന സമയത്ത് ഒരു മാസിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതാണ്. നമ്മൾ മുൻകാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓരോ സ്ഥാപനങ്ങളും ഒക്കെ വർക്ക് ചെയ്തിരുന്നത് ഒരു ലീഡറിൻ്റെ കീഴിലായിരുന്നു. ഒരു പേഴ്സൺ ഉണ്ടാവും, ആ പേഴ്സൺ പറയുന്നത് പോലെ ഒരു ഹൈറാർക്കിയൽ രീതിയിലായിരിക്കും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതൊക്കെ
ഇന്ന് മാറി. ഇന്ന് മൂവീസ് നോക്കിക്കഴിഞ്ഞാലും ഇന്ന് ഏത് സ്പേസസ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഡിസൈൻ മേഖലകളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ പണ്ടേ കളക്റ്റീവ്സായി. പക്ഷേ ബാക്കി സ്ഥലങ്ങളിലോട്ട് നോക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലിൽ നിന്ന് കളക്റ്റീവ്സായി മാറുന്ന സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ഇൻഡിവിജ്വലിസം ടു കളക്റ്റിവിസം എന്ന് പറയുന്ന സാധനം ഭയങ്കര പ്രോമിനൻ്റായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ഇപ്പം ഞാൻ കാണുന്ന വലിയൊരു ചലഞ്ച് ഇപ്പോഴത്തെ, അതായത് പുതിയ ഡിസൈൻ തിങ്കിങ് ചലഞ്ചായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പം ഒരുപാട് നമ്മളുണ്ട്. നമ്മളവിടെ, നമ്മളിവിടെ, നമ്മൾ അങ്ങോട്ട്, നമ്മളിങ്ങനെ. എന്നുവെച്ചാൽ പണ്ട് ഞാനെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളെന്ന് പറയുന്ന ഒരുപാട് നമ്മളുകളുണ്ടായി. സോ മച്ച് ഓഫ് വി. സോ ഈ നമ്മളുകൾക്ക് എങ്ങനെ ഫ്രണ്ട്സ് ആവാൻ പറ്റും എന്നുള്ളത്, കൂട്ടായ്മകളുടെ കൂട്ടായ്മയായി നമുക്ക് എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഹിയർ വി ക്യാൻ സീ ലോട്ട് ഓഫ് അമേസിങ് കളക്റ്റീവ്സ്, കൂട്ടായ്മ, കമ്മ്യൂണിറ്റികൾ പല സ്ഥലങ്ങളിലും. അപ്പം how can we build that culture of communities, same time ആ കമ്മ്യൂണിറ്റീസിനെ എല്ലാം ഒത്തിണക്കി ഒരുമിച്ച് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നിൽക്കുന്ന പല ഏരിയാസിലും ഒരുപാട് കമ്മ്യൂണിറ്റീസ് എല്ലാം പല രീതികളിൽ സ്വന്തം ഐഡൻറ്റിറ്റിയും സ്വന്തം ക്യാരക്ടേഴ്സും, അതായത് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ഒക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഇതിനെല്ലാത്തിനും നമ്മളുടെ നാട്ടിൽ സ്പേസ് ഉണ്ട്. എന്നുവെച്ചാൽ വി ഹാവ് ലോഡ് ഓഫ് പോപ്പുലേഷൻ. അവരെ ഒന്നും ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റീസും അതിലൊരു 1% ആൾക്കാരെ പോലും കേറ്റർ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇപ്പോഴും സ്പേസ് ഉണ്ട്. ഇപ്പോഴും കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിന്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഡിസൈൻ തിങ്കിങ്ങിനെ പോപ്പുലറൈസ് ചെയ്യാൻ പറ്റുന്നതിലും, അതേപോലെ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയുന്ന സാധനം ബാക്കിയുള്ളവരിലോട്ട്, അതായത് ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്. എന്നുവെച്ചാൽ നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ കുടുംബത്തിൽ, എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളുടെ വീട്ടിലുള്ള രാഷ്ട്രീയം നോക്കുന്ന സമയത്ത് ആ വീട്ടിലുള്ള രാഷ്ട്രീയത്തിൽ എങ്ങനെ ഡിസൈൻ തിങ്കിങ് കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഡിസൈൻ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനർ ആവണം എന്നില്ല, ഡിസൈനറായിട്ട് അറിയപ്പെടണം എന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യപ്പെടണം എന്നില്ല. ഇറ്റ്സ് എ കോഗ്നേറ്റീവ് പ്രോസസ്സ് പ്ലസ് സ്ട്രാറ്റജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജീസ് നമ്മൾ ഉണ്ടാക്കി അതിനെ ടാക്കിൾ ചെയ്ത് അതിനൊരു ഫോമാക്കി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഫെസ്റ്റിവൽസ് പോലും ഇങ്ങനെ ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തോരം സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എന്നുവെച്ചാൽ ഇവിടെ ഉള്ള ഓർഗനൈസേഴ്സിനൊക്കെ മനസ്സിലാവും. അവർ ചിന്തിക്കുന്ന രീതികളിൽ ഓരോ ഡിസൈനുണ്ട്. എന്നുവെച്ചാൽ അതൊരു ഡിസൈനർ എന്നുള്ളതല്ല, ഒരു പ്രോഡക്റ്റ് അല്ല, അതിനപ്പുറം ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത് അവിടെയാണ്. അത് എങ്ങനെ നമുക്ക് നമ്മളുടെ ഓരോ പ്രവർത്തികളിലും, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ മേഖലകളിലാണെങ്കിലും എങ്ങനെ, ഇപ്പം നേരത്തെ ആ ഒരു കുടുംബശ്രീയിലെ ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ പാത്രം കഴുകി വെക്കുന്ന സമയത്ത് എനിക്കൊരു ഡിസൈൻ തിങ്കിങ് ഉണ്ട്. ഐ എം എ ഡിസൈനർ എന്ന് പ്രൗഡ്ലി പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരാളോട് എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ ക്രൗഡിൻ്റെ ഇടയിൽ തന്നെ ഞാനിങ്ങനെ സ്പോട്ട് ചെയ്തു. ഹീസ് വർക്കിംഗ് ഇൻ മോർ ഓഫ് എ മാക്രോ ലെവൽ. ഒരുപാട് മനുഷ്യരെ മാനേജ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഹീസ് എ none other than his city commissioner, Nagarjun sir is there. So sir, I think he's a designer. He's an amazing designer. He know how to cultivate or integrate design thinking in each and every parts. So can you explain, sir, how you are integrating this design thinking in your job? I think Police is an amazing designer. He's a city commissioner. Sir, we would like to hear it from you. I know Abrar, and I'm here to understand the present scenarios going around in design thinking. As Abrar very rightly said, design goes through like a common thread in all walks of life, whether it is governance, whether it is policing, whether it is literature. It is a common thread everywhere. I would like to take the example of Manaviyam itself. It is a design in urban spaces to involve everybody. So I think if you ask specifically about my particular profession, policing, I am here to learn how I can
incorporate design thinking into my policing in my daily life. So I'm here to learn. So I'm not here to contribute much. Please excuse me for that. Thank you very much. എന്നുവെച്ചാൽ ഓരോ മേഖലകളിലും ഓരോ, അതായത് ഇപ്പം പോളിസിയിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും നമ്മൾ ഈ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതെന്ന് പറയാൻ കാരണം നമ്മൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്സ്. ഈവൻ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാക്രോ ലെവലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഡിസിഷൻ ഒരു തിങ്കിങ് ആണ് നമ്മളെല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അവിടെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ, അതായത് ഓരോ മനുഷ്യർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ, അവിടെ നമുക്ക് എങ്ങനെ അതിൽ ഭാഗമാക്കാൻ പറ്റും എന്നുള്ളത്, നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് നമുക്ക് ശരിക്കും എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതും ഒക്കെ എനിക്ക് തോന്നുന്നു മേ ബി കുറച്ച് ഷെറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഇപ്പം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിലും ഇപ്പോൾ ടീം ഫോർമേഷനിലാണെങ്കിൽ പോലും ഇപ്പോൾ ടീം ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ വി ഹാവ് ലോട്ട് ഓഫ് ഈഗോസ്, ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്യുന്ന സാധനങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും ഈ ഡിസൈൻ തിങ്കിങ്ങിലൂടെ അതിനെ ടാക്കിൾ ചെയ്ത് അല്ലെങ്കിൽ ഓവർകം ചെയ്തതെന്ന് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ആർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഈഗോയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത് നമ്മൾ മാറ്റിവെക്കേണ്ട സംഭവം തന്നെയാണ്. ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, കളക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാവുകയാണ്. നമ്മളപ്പുറത്തൊരു വെളിച്ചം കണ്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ വെളിച്ചം വരണമെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഈ ദുഷിപ്പ് എന്ന് തന്നെ പറയാം, അത് മാറ്റിവെച്ച് വർക്ക് ചെയ്യുക തന്നെയുള്ളൂ. അപ്പം 10-ൽ ഒരാളെങ്ങനെയും 9 പേരും ഒരു ഇൻറ്റൻഷൻ കൂടെ, ഒറ്റ ഇൻറ്റൻഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ 10ാമത്തെ ആളും അതിലേക്ക് ചേരുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി റിലേറ്റഡ് അല്ലെങ്കിൽ ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ എനിക്ക് പറയാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദി ലോങ് ഹൗസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഞാനും ആഷിഫ് ഞങ്ങൾ ഒരു 5 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ ഒരു ഷോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുന്നത് ഓടം എന്ന് പറഞ്ഞിട്ടാണ്. ഓടം എന്ന് വെച്ചാൽ ബോട്ടാണ്. മലയാളത്തിൽ ബോട്ടിനെ നമ്മൾ ഓടം എന്ന് പറയും, കളിയോടം അങ്ങനെയുള്ള പേരുകളിൽ. ഓടം ദി ആർക്ക് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ നമ്മൾ ചെയ്യുന്നു. അതിൽ നമ്മളത് ബോട്ടിലേക്ക് എത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ദി ആർക്ക് ഓഫ് ലൈഫ് എന്ന് നമ്മൾ അതിനെ പറയുകയും ചെയ്തു. കാരണം ഒരു തുടക്കം മുതൽ അവസാനം വരെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിക്കുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, ഒരുപാട് സോറോ, ഒരുപാട് ഹാപ്പിനെസ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന രീതി നമ്മൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കും അതിനെ പറ്റിയിട്ട്. അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊന്ന് ആൾക്കാരിലേക്ക് ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് കാണിക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റായ ഒരു ബോട്ട് എന്ന സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ പുതിയാപ്പ ഹാർബറിൽ നിന്ന് ഒരു 11 കൊല്ലം ഓടിയ ഒരു ബോട്ടിനെ, അതായത് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോട്ടിനെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. ആ ബോട്ടിനെ ശരിക്കും നമ്മളായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളതിനെ താരതമ്യം ചെയ്യുകയെന്ന് പറയുകയാണെങ്കിൽ, ആ ബോട്ട് ആ മനുഷ്യൻ്റെ കൂടെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, അയാളുടെ കൂടെ തന്നെ ഈ 11 കൊല്ലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശരിക്കും തരണം ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഇയാൾ പുതിയ ബോട്ട് വാങ്ങുന്നു, പിന്നെ ഇതിനെ ആവശ്യമില്ലാതാവുകയും അത് ആ മണ്ണിൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ ഞങ്ങളപ്പം ആ ഒരു എന്താ പറയുക, ഒരു മനുഷ്യനെ നമ്മൾ ഒരു ബോട്ടിലേക്ക് നമ്മൾ അതിനെ എടുത്ത് റിവൈവ് ചെയ്യുകയാണ് ചെയ്തത്. ആ ഓടം എന്നുള്ള ആ ബോട്ടിനെ നമ്മൾ ശരിക്കും അവിടെ നിന്ന് കൊണ്ടുവന്നു. നമ്മൾ ഈ ഒരു സ്പേസിലേക്ക്, ദി ലോങ് ഹൗസ് കളക്റ്റീവ് എന്നുള്ളൊരു ഗാലറി സ്പേസിലേക്ക് നമ്മൾ ഹാങ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഹെൽപ്പ് ചെയ്തതും രണ്ട് ഫിഷർമെന്നാണ്, 2 മത്സ്യത്തൊഴിലാളികളാണ്. അവർ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയാപ്പയിലും ഈ ബേപ്പൂരിലുമായിട്ട് 1000കണക്കിന് ബോട്ടുകളാണ് ഇങ്ങനെ വന്ന് അടിഞ്ഞു കിടക്കുന്നത്. എന്നാലും ആർക്കും ഇല്ലാത്തൊരു ഭാഗ്യം എങ്ങനെ ഇപ്പോൾ ഈ ഒരു ബോട്ടിന് കിട്ടിയെന്നാണ്. അതിനെ നമ്മളവിടെ തൂക്കിയിടുന്നു, അതിൽ ഇത്രയധികം ആൾക്കാർ വരുന്നു, അതിലേക്ക് അവർ പെയിൻറ്റ് ചെയ്യാണ്. പെയിൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എനി ഫോം ഓഫ് ആർട്ട് ദേ ക്യാൻ ഡു ഓൺ ദാറ്റ് ബോട്ട്. അതൊരു മരിച്ചു അല്ലെങ്കിൽ ചത്തു എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ നമ്മളവിടെ ഒരു പുതിയൊരു ജീവിതം കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മളത് വർക്ക് ചെയ്തത്. സുഖമില്ലാത്ത കുട്ടികൾ വരുന്നു, സ്കൂളിലെ കുട്ടികൾ വരുന്നു, ഈ മത്സ്യത്തൊഴിലാളികൾ വരുന്നു, പോർട്ടർ ചേട്ടന്മാർ വരുന്നു, അവരുടെ ഭാര്യ, അവരുടെ കുട്ടികൾ, ഇവരെല്ലാവരും വന്ന് അതിനൊരു ആഘോഷമാക്കുകയാണ്. ഇപ്പോൾ അവർ തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ഓടം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തൊരു ഇൻസ്റ്റലേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ക്യൂറേറ്റ് ചെയ്തൊരു ഷോ എന്നുള്ളതാണ്. അപ്പം വലിയ ചേഞ്ചുകൾ നമുക്ക് ഒരൊറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ചെറിയ സംഭവങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ്.
ഞാൻ എപ്പോഴും ഒരു ഡിസൈൻ തിങ്കിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിഷ്വൽ ലാംഗ്വേജ് തന്നെയാണ് ഞാൻ എന്നും തിരഞ്ഞെടുത്തിട്ടുള്ളതും. കാരണം ആർട്ട് ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് പവർ. നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുകൊണ്ട് ഒരൊറ്റയടിക്ക് മനസ്സിലാവും. നമ്മൾ ആ കോവിഡിൻ്റെ സമയത്തും പല നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ആൾക്കാരിലേക്ക് അത് എത്തുന്നുണ്ടോ അറിയില്ല. നമുക്കറിയുന്ന ഫോം ഓഫ് എക്സ്പ്രഷനിലൂടെ അത് ചെയ്ത ആൾക്കാരിലേക്ക് എനിക്ക് തോന്നുന്നു ആർട്ട് ഇസ് എ വെരി സ്ട്രോങ് വിഷ്വൽ ലാംഗ്വേജ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡിസൈൻ തിങ്കിങ്ങിൽ എല്ലാത്തിനെയും ആ ഒരു 2D അല്ലെങ്കിൽ 3D എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് അത് ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെ ഈസി ആയിട്ട് അവരെ കണക്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ആഷിഫിൻ്റെത് എനിക്കിപ്പം പറയാനുള്ളത്, ഇപ്പം എല്ലാവർക്കും ഡിസൈൻ തിങ്കിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റി നമ്മൾ മൂന്നാളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് എല്ലാവരുടെയും എക്സ്പെർട്ടീസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. പക്ഷേ ദർ ഇസ് എ കോമൺ ലാംഗ്വേജ് ഇൻ വാട്ട് യു ആർ സ്പീക്കിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്, ഇപ്പോൾ ലൈക്ക് അബ്രാ സെഡ്, ഇപ്പം നമ്മളെല്ലാവരും ഡിസൈനേഴ്സ് ആണെന്ന് പറഞ്ഞു, അതിനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ആസ് എ ഡിസൈൻ സോ കോൾഡ് ഡിസൈൻ തിങ്കിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം ഐ എം നോട്ട് പ്രൊഫഷണലി ട്രെയിൻ ടു ഡു ലോഗോസ് ഓർ ബ്രാൻഡ് ഡിസൈനിങ്. ഐ ജസ്റ്റ് ഹാഡ് എ കോഴ്സ് ഇൻ ആർക്കിടെക്ചർ. പക്ഷേ ഇറ്റ് വാസ് മൈ ഡെസിഷൻ ടു ക്യാരി ഫോർവേഡ് അന്ന് ഞാൻ പഠിച്ച സ്റ്റെപ്സ് എൻ്റെ കൂടെ വെക്കുക എന്നുള്ളതും, ആൻഡ് ഐ എം ട്രൈങ് ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് ഇൻ മൈ ലൈഫ് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി. അപ്പം സോ ദർ ഇസ് ദാറ്റ്. അപ്പം വൺ സിമ്പിൾ സ്റ്റെപ്പ് ഇസ് ടു, നേരത്തെ പറഞ്ഞ പോലെ ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പം ലോഗോയിൽ ഇപ്പം ഇൻ റിലേഷൻ ടു എ ലോഗോ ഐ ക്യാൻ ടെൽ യു, ഇപ്പം എല്ലാവരുടെയും ഉള്ളിൽ ആസ് എ ഡിസൈനർ വേണ്ട വൺ ഫസ്റ്റ് ക്വാളിറ്റി ഇസ് ടു ഹാവ് എ ക്യൂരിയോസിറ്റി ഇൻസൈഡ് യു, ഹാവ് എ വെരി ചൈൽഡ് ലൈക്ക് ക്യൂരിയോസിറ്റി ഇൻസൈഡ് യു. അതുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഓൾവേസ് ബി ഇൻ ദ ക്വസ്റ്റ്, എന്തെങ്കിലും തേടി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ വെനെവർ യു ഹാവ് എ പ്രോബ്ലം യു വിൽ ട്രൈ ടു ഫൈൻഡ് എ വെരി ജുഗാഡ് ഐഡിയ ടു സോൾവ് ഇറ്റ്, ആൻഡ് ദാറ്റ് ഇസ് എ ഗുഡ് വേ ഓഫ് സിംപ്ലി എക്സ്പ്ലെയിനിങ് എ ഗുഡ് ഡിസൈനർ. അപ്പം ഇഫ് ഐ ആസ്ക് യു, എല്ലാവർക്കും യു ആർ ഫെമിലിയർ വിത്ത് ജിയോസ് ലോഗോ. ജിയോ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ജിയോസ് ലോഗോ, ഇഫ് എനിവൺ ക്യാൻ ടെൽ? Yeah, that's it. Nice. Your name? Gopi Krishnan. That's the right answer. But that was like, you can give a loud round of applause because you all see Jio's logo everywhere. And it is a very simple way to, maybe he might have seen it somewhere, he might have asked questions, ഇത് എന്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതിനെ പറ്റി കണ്ടിട്ടുണ്ടാവും. വേറെ പല രീതിയിൽ കൂടെ ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ജിയോൻ്റെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ തിങ് റിട്ടൺ ജിയോ. വാട്ട് ഇസ് ദ മീനിങ്? ഇറ്റ് ഇസ് ബേസിക്കലി ദ മിറർ ഓഫ് ഓയിൽ. ഓയിലിന് എഴുതി മിറർ ചെയ്തപ്പോൾ ദേ ഗോട്ട് ജിയോ, ആൻഡ് ദേ ആർ ട്രൈങ് ടു കൺവേ അവരുടെ ഈ ബ്രാൻഡ് ഉണ്ടായത് തന്നെ ഓയിൽ കമ്പനീസിൽ നിന്നിട്ടാണ്, റിലയൻസിന്റെ ഓയിൽ കമ്പനീസിൽ നിന്നിട്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ ദേ വോണ്ടഡ് സംതിങ് ദാറ്റ് റിഫ്ലെക്ട്സ് ദെയർ അല്ലെങ്കിൽ അവരുടെ എല്ലാം. There are more additions to what it is there, but there are different ways people can look into it, and they have got the name Jio by mirroring it. That is one simple strategy. But it is to identify these strategies. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് ഒരു കാര്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്താൽ യു ഗെറ്റ് ആൻ ഇൻഫർമേഷൻ, ആൻഡ് ദെൻ ഇസ് ടു അണ്ടർസ്റ്റാൻഡ് ഈ ഇൻഫർമേഷനെ നമ്മൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെ പ്രോസസ് ചെയ്യും. വെരി സിമ്പിൾ, യു ആർ എ ഡിസൈനർ. ആൻഡ് അനദർ തിങ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസൈനർ ആണെന്ന് മനസ്സിലായി. മോസ്റ്റ് ഓഫ് ദം കുക്ക്, മോസ്റ്റ് ഓഫ് ദം ഡു ലോണ്ട്രി. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ ലൈക്ക് ഷെറിൻ വാസ് ടെല്ലിങ്, എല്ലാവരും വരയ്ക്കുമ്പോൾ അവരുടേതായ രീതിയിലാവും. അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടേതായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നമുക്ക് ലൈക്ക് ഇഫ് യു ക്യാൻ ട്രൈ ടു ലൈക്ക് ആബ്സ്ട്രാക്ട്, അല്ലെങ്കിൽ അതിൻ്റെ എസെൻസ് എടുത്തിട്ട് ഇഫ് യു ക്യാൻ റൈറ്റ് ഡൗൺ, ഇതാണ് ഞാൻ ചെയ്തതെന്ന് മനസ്സിലാക്കാം, റിഫ്ലക്ഷൻ ചെയ്യുക, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. you'll have a clarity on who you are or what are your potentials. And people excel in certain design category when they understand what they are good at and they are trying to implement that in most of the things they are doing. So that like if we discussion and there comes a competition and they are asking you to design like a waste bin, a creative waste bin to solve an issue. So so for a person who have not acknowledged ഞാനൊരു ഡിസൈനർ ആണെന്ന് സ്വന്തം acknowledge ചെയ്യാത്ത ആൾക്ക് ഈ സ്റ്റെപ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ജസ്റ്റ് അക്നോളജ് ദാറ്റ് യു ആർ എ ഡിസൈനർ ആൻഡ് വാട്ട് ഇസ് ഇപ്പം എന്താ വേസ്റ്റ് ബിൻ ഡിസൈൻ ചെയ്യാൻ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഫസ്റ്റ് ഫംഗ്ഷൻ വേസ്റ്റ് അതിലിടാം, സെക്കൻഡ് ഫംഗ്ഷൻ സ്മെല്ല് ഉണ്ടാവാൻ പാടില്ലായിരിക്കും. അപ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ തിങ്സ്. അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ട്രൈങ് ടു ഡിസൈൻ. എവരി വൺ കൻ ഡിസൈൻ എനിത്തിങ് ദേ വോണ്ട്. പക്ഷേ ഇറ്റ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളതും നിങ്ങളത് ചെയ്യുന്നതുകൊണ്ടിട്ട് അതിൻ്റെ ലൈക്ക്
ലൈക്ക് അതിൻ്റെ റിഫ്ലക്ഷൻസ് സൊസൈറ്റിയിലും നിങ്ങൾക്കും എന്താണ് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ബോധ്യം ആണ് നിങ്ങളൊരു നല്ല ഡിസൈനറാക്കി മാറ്റുന്നത്. ആൻഡ് ഇറ്റ് ഇസ് വെരി സിമ്പിൾ വേ ഓഫ് എക്സ്പ്ലെയിനിങ് വാട്ട് ഡിസൈൻ തിങ്കിങ് ഇസ്. ആൻഡ് എവ്രി വൺ ക്യാൻ ക്രിയേറ്റ് ദെയർ ഓൺ സ്ട്രാറ്റജീസ്, മൂവ്സ് ആൻഡ് തിങ്സ് for their own particular way of design thinking. And what I am trying to convey is, like Abra was telling things about politics and how design is important in that. When Sharon was telling about how she is involved in social engineering. ഈ കാര്യങ്ങൾ പറയുമ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഇസ് എൻ്റെ വേയിൽ വാട്ട് ഡിസൈൻ തിങ്കിങ്, ബിക്കോസ് ഓൾ ആർ പാരലൽസ്. അപ്പം ഞാൻ പറയുന്നത് ആർക്കിടെക്ചർ കഴിഞ്ഞാൽ എനിക്കിപ്പം മൾട്ടിപ്പിൾ സാധനങ്ങൾ വേറെ നോക്കുന്നതിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന സെയിം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. പക്ഷേ ഇറ്റ് ഇസ് ടു ബട്ട് വൺസ് യു ഡു തിങ്സ് കണ്ടിന്യൂസ്ലി, വൺസ് യു കോൺസ്റ്റന്റ് ഇൻ സംതിങ്, യു വിൽ ട്രൈ ടു ഡിസ്കവർ മോർ ആൻഡ് മോർ സ്റ്റെപ്സ്, ആൻഡ് ദാറ്റ് വിൽ expand your think bank, that will help you become much better designers in on the go. Appo it is to, like, very simply, if I can tell you 5 points to be a good designer. 1, keep questioning, understand what you're doing, reflect back on what you did and what is getting you back. Keep a small habit of sketching, writing, whatever it is, scribbling, because that is very important. It's a very physical exercise which trains your brains very easily. And also to have that childlike curiosity inside. And these 5 things can definitely make you a good designer. And that is very simply, if I can tell you, that is design thinking. That's it, yeah. Hi, thank you for this. My question is toward Ashif. Let's say you have to make a logo. What would be your creative process from, say, the brief to the end product, if you don't mind elaborating? Yeah, sure. Basically, in terms of logo, ഫസ്റ്റ് ക്ലയൻറ്റിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സോ ഐ ഹാവ് എ സർട്ടൻ questionnaire which I have prepared, which I make sure I cover up all these questions to any client, whether it is whatever scale the brand is, so that you understand what is the essence of the brand. And also it is to help the client also think അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം അപ്പോഴായിരിക്കും അവർ അവെയർ ആവുക ഇതൊക്കെ വേണമല്ലോ. നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യും, ബിക്കോസ് പീപ്പിൾ ഡോണ്ട് വാല്യൂ ഡിസൈൻ മച്ച് നമ്മുടെ നാട്ടിൽ, ആൻഡ് ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. ഇപ്പോൾ ഒരാൾ പറയാണ് ലോഗോൻ്റെ കളർ മാറ്റാൻ, ഇഫ് ഐ എം ട്രൈങ് ടു ചാർജും പറയാണെന്ന് ചോദിച്ചാൽ ഇത് കളർ മാറ്റാനേ ഉള്ളൂ, എന്തിനാണ് അതിന് പൈസ പറയണത്? ഇറ്റ് ഈസ് ബിക്കോസ് ഐ നോ ദ വേ ടു ചേഞ്ച് ദ കളർ. ആ കളർ മാറാനായിട്ട് നമ്മൾ ഇത്രയും നാൾ പഠിച്ച ഇൻഫർമേഷൻസ് ഇട്ട കോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് എൻ്റെ സമയം, എനിക്കിപ്പോൾ ഒരു 5 മിനിറ്റിലത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ വേ, ഒരു കളർ മാറ്റാൻ മതി. പക്ഷേ യു ഹാവ് ടു ചാർജ്, ബിക്കോസ് യു ഹാവ് ടു വാല്യൂ വാട്ട് യു ആർ ഡൂയിങ്. സോ അത് ഫസ്റ്റ് ക്ലയൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് വാട്ട് ഐ ഡു ഇസ് ഐ ഗിവ് ഹിം എ വെരി ബേസിക് ക്ലാസ് ഓൺ വാട്ട് ഇസ് എ ലോഗോ. അത് എന്നെ കൊണ്ട് അറിയുന്ന എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇറ്റ് ഇസ് ടു എഡ്യൂക്കേറ്റ് ദ ക്ലയൻറ്റ് സോ ദാറ്റ് ഫ്രം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓൺവേർഡ്സ് ക്ലയൻറ്റ് വിൽ വാല്യൂ വാട്ട് യു ആർ ഡൂയിങ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. whatever you're doing, if the client is not valuing, there is no point in working on it. നമുക്കതൊരു എക്സസൈസ് ആവുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് ക്ലയൻറ്റും കൂടെ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ക്വസ്റ്റിനെയർ പ്രിപ്പയർ, ഐ ടേക്ക് ദ ബ്രീഫ് and prepare the brief, and the next step is I'll research. I'll have a very in-depth research on whatever I'm doing. And ആ റിസർച്ചിൽ എന്തിനെ പറ്റി റിസർച്ച് ചെയ്യണം എന്നുള്ളത് ഈ ക്ലയൻറ്റ് പറയുന്നതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കീ എലമെൻറ്റ്സ് നമുക്ക് കിട്ടും, അതിനെ വെച്ചിട്ട് റിസർച്ച് ചെയ്യാം. And after research, what I do is I try to rephrase few questions idinu, and I prepare like the core thing while I'm doing a design for a logo or whatever it is to prepare a storyline. I prepare a storyline, and ആ storyline ൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കീവേഡ്സ് ഇടും. ഞാനിപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ജനാലേൻ്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞ പോലെ ഈ ബ്രാൻഡിന് വേണ്ട സാധ്യതകളെ പറ്റിയുള്ള കുറേ like hidden questions I myself prepare, so that whenever I try to revisit that storyline, I'm aware. Because I'm trying to put certain catalyst. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഇടും. അപ്പോൾ ഞാൻ അത് വായിക്കുമ്പോഴായിരിക്കും ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ രീതിയിൽ ചിന്തിക്കുക അതിനൊക്കെ പറ്റി. അപ്പോഴായിരിക്കും കുറേ നേരത്തെ പറഞ്ഞ പോലെ അഫോർഡൻസസ് ഉണ്ടാവുക ഈ സ്റ്റോറി ലൈനിലാണ്. ആ സ്റ്റോറി ലൈനിനൊന്ന് ബ്രീഫ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ലോഗോനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും എടുക്കും. ആൻഡ് ഓൾസോ ഐ പ്രിപ്പയർ chart of different brands of similar sector, so that I do compare what is this brand doing. Because a brand needs visibility depending on what the brand is. And then that process of converting that storyline to a visual image is not a very straightforward line. It is like a graph with ups and downs and like circles you do in multiple. Other comes on the process which you are doing. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് ഓരോ രീതിയിലായിരിക്കും. That is basically design thinking. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐ കം അപ്പ് ടു ആൻ ഇമേജറി, ആൻഡ് ദെൻ the last step is to add that aesthetics. If
if I like what I do is ആദ്യമേ ഒരു aesthetic സാധനം പ്രിപ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ I strongly believe it can lose the essence of the brand. അപ്പോൾ my last step is to add proportions, dimensions in such a way that it is also visually pleasing and also conveys my idea. So that is very abstract way of telling what my design process is about. Yeah. To follow up on that, how long does that process take exactly? From the start to finish? Yeah, like Adinip, if I can connect it, I can tell you or experience in a patti parayam. Like you tell a person is an experienced designer when she or he can reduce the timelines of the work. Ippum it is taking a good ample amount of time for me to work. So I usually tell the client എനിക്ക് ടൈം വേണം. അപ്പോൾ ഇനീഷ്യലി ഞാൻ ഭയങ്കര ഒരു വെയ്ക്ക് ടൈമാണ് പറയാം. പക്ഷെ ഇപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ ബ്രാൻഡ് ഐ യൂഷ്വലി ടെൽ ഇപ്പോൾ 3 weeks 4 weeks അല്ലെങ്കിൽ 1 month 2 months എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയും. ബിക്കോസ് നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഐ ഫീൽ ദെൻ യു ബിക്കം എ മച്ച് ബെറ്റർ ഡിസൈനർ ഇഫ് യു ക്യാൻ വർക്ക് തിങ്സ് ഔട്ട് ടൈം ബൗണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ്പ് ഓൺ ഡിസൈനിങ്. ബിക്കോസ് ആ ടൈം ഇസ് ദി ഓൺലി കോൺസ്റ്റന്റ് വിച്ച് ടെൽസ് യു ഇന്ന് ഞാൻ ഇത് തുടങ്ങണം, ഇന്ന് തീരണം. കാരണം നമുക്കറിയാം ഇനി ഇതിനെ ബെറ്റർ ആക്കാൻ പറ്റും, ഉറപ്പായിട്ടും ബെറ്റർ ആക്കാൻ പറ്റും, അതിങ്ങനെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ ടൈമാണ് ഞാൻ വെക്കുന്നൊരു ലൈക്ക് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അത് വേരീസ് ഓൺ ബ്രാൻഡ്സ്. അപ്പോൾ ജനറലി ഇഫ് യു ക്യാൻ ടെൽ എ മന്ത് ആൻഡ് ഹാഫ് ഇസ് ബെയർ മിനിമം ഓർ എ മന്ത് ഇസ് വെരി മച്ച് റിക്വയർഡ് ബിക്കോസ് റിസർച്ചിന് വേണ്ടി ഇറ്റ് ടേക്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം. If I could ask one more question, it's brief. So when it comes to client interaction, how do you deal with the client giving you, say, contradictory instructions? Because the client won't exactly know your creative process or exactly what goes into making a logo. What if the client tells you he wants one thing and then later tells you he wants something else, but those two things are clashing, but he's not sort of open to you sort of telling him directly, okay, I can't do both at the same time, these ideas contradict each other? Yeah, that is another way of design thinking. ഇപ്പം ലൈക് ഷെറിൻ ആൻഡ് അബ്രാർ പറഞ്ഞ പോലെ തന്നെ ആൾക്കാരെ മാനേജേഴ്സ് ഡിഫറെൻറ്റ് വേ ഓഫ് ഡൂയിങ്. അപ്പോൾ വാട്ട് ഐ ഡു ഇസ് വാട്ട് എവർ, സോ വൺ തിങ് ഔട്ട് ഓഫ് വാട്ട് എവർ ഐ ഹവ് ഡൺ, ഐ ഫെൽറ്റ് ആഡിങ് ഒരു എക്സ്പീരിയൻസ് ഇസ് ടു ഹാവ് എ മീനിങ് ടു വാട്ട് എവർ യു ആർ ഡൂയിങ് ഇസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീ ബാക്ക് മൈ സജഷൻസ് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഐ ട്രൈ ടു ടെൽ ഇത് ഇന്ന കാര്യം കൊണ്ടിട്ടാണ് ചെയ്തത്. ഇപ്പം നിങ്ങളിത് പറയുമ്പോൾ ഇറ്റ് ഇസ് ആക്ച്വലി എഫക്റ്റിംഗ് what the core value of the design. Appo I try to convince them with certain moves. That is a very generic way because it depends on clients. Chela aalkarku namukku orasham parnalum manasilavum. That is why I add a step in briefing. I add that step of educating the client what logo is. Appo adime aa oru conditioning cheyidittu whenever people, because that happens, aalkare contradict cheyum കാര്യങ്ങൾ മാറ്റാൻ പറയും. And as designer they pay us, and if you feel sometimes we can also go wrong. So it is to know what the client is also telling and to take what is the rights from it, and that makes you a much better designer. And I think depending on the situation I try to figure it out in whatever the thing is. Everywhere you have these conflicts, so that depends on like the particular situations. Yeah. Thank you. We'll have one more quick question. Hi, this question applies to any sort of media that can be designed. People in general, I'm not saying everyone, but a good amount of people have a low attention span now because they have less time to consume things. So whatever you're designing, I think it's important to get a balance between catering to this lack of attention span and training them to be more patient to consume. So how can this balance be achieved, or is it achievable? ബേസിക്കലി നമ്മൾ ഒരു പ്രോജക്റ്റ് കിട്ടുന്ന സമയത്ത് തന്നെ അവരോട് ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ഒരു കുക്കിംഗ് പ്രോസസ്സാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ, മസാലയൊക്കെ തേച്ചിട്ട്. അപ്പോൾ അതേപോലെ നമ്മളൊരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഷെൽഫിൽ വയ്ക്കും. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇറ്റ്സ് എ മാരിനേറ്റിംഗ് ടൈം. സോ അതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തന്നെ പെട്ടെന്ന് ഇന്ന് തന്നെ ചിലപ്പോൾ നമുക്കൊരു സാധനം വന്നെന്ന് വരാം, ഒരു ഐഡിയ വരാം, സ്പാർക്ക് വരാം, എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ അതിന് വെൽ കുക്ക്ഡ് ആവണമെങ്കിൽ ഇറ്റ് റിക്വയർസ് ടൈം. അപ്പം നമ്മൾ അതിന് റിസർച്ച് വേണ്ടി വരും, അതിൻ്റെ ബാക്കി ഒരുപാട് സംഭവങ്ങൾ അതിന് വേണ്ടി വരും. അപ്പം അതിനെ ഇനിഷ്യലി തന്നെ ക്ലയൻറ്റിനോട് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക,
അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനൊരു മാരിനേറ്റിംഗ് ടൈമുണ്ട്, ഇതിനൊരു കുക്കിംഗ് സമയമുണ്ട്, വെൽ കുക്ക്ഡ് ആവണം എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിട്ട് പിന്നെ അങ്ങ് ചെയ്യുക. എൻ്റെ ക്വസ്റ്റ്യൻ ഈസ് മോർ അബൌട്ട്, നിങ്ങൾ കുക്ക് ചെയ്ത സാധനം ഇസ് ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൺസ്യൂം ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അവർക്ക് ഷുഡ് ഇറ്റ് ബി ഈസിയർ ഫോർ ദം ടു കൺസ്യൂം ഓർ ഷുഡ് യു ട്രെയിൻ ദം ടു ബി മോർ പേഷ്യൻറ്റ് ടു കൺസ്യൂം ഇറ്റ്? അതിന് നമ്മൾ കുറച്ചും കൂടെ ഫെസ്റ്റിവൽസ് ചെയ്യണം, എന്നിട്ട് ആൾക്കാരെ കുറച്ചും കൂടെ ബോധവൽക്കരണം ചെയ്യണം. കാരണം നമ്മളിപ്പോൾ മലൈക്കോട്ടെ വാലിബൻ കണ്ടിട്ട് അത് ഭയങ്കര സ്ലോ മൂവി ആയിരുന്നു. ആ സ്ലോ മൂവിയിൽ പക്ഷേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കര റീൽ കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര അഡ്രിനാലിൻ റഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ എന്തും നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ പോകണം എന്നുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ മലൈക്കോട്ടെ വാലിബൻ വന്നപ്പം പലർക്കും അത് ഉൾക്കൊള്ളാനും പറ്റിയില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പലരുടെ കാഴ്ചപ്പാടിൽ അതൊരു നല്ല വർക്കാണ്. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ പലരും കാണേണ്ട വർക്കായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷേ ഇറ്റ്സ് എ സബ്ജക്റ്റീവ് തിങ്, ഓരോരുത്തർക്കും അതിനനുസരിച്ച് മാറും കാഴ്ചയിൽ. ഡു യു വാണ്ട് ടു ആഡ് സംതിങ്? Like what I have understood from your question, you're like initially പറഞ്ഞ പോലെ തന്നെ that attention span ൻ്റെ കാര്യം. Because I think നമ്മളുടെ ആ ഇനീഷ്യൽ റിസർച്ച് ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ it requires a good amount of time to do that. അപ്പോൾ അത് it doesn't come like on a very quick goal, നമുക്കത് എന്തായാലും ചെയ്യാൻ പറ്റില്ല. And there like ഈ പറഞ്ഞ പോലെ തന്നെ there is a design while you speak to someone. Like always start by appreciating what the other person have said, so that they'll be open to like നമ്മുടെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കാനും അവർ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിക്കും. ആൻഡ് ലൈക്ക് ഇൻ യു ക്വസ്റ്റ്യൻ യു വെയർ ആസ്കിങ് അബൌട്ട് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കണമെന്നുള്ളതാണ്. ലൈക്ക് ഷുഡ് വി ഒരാൾ കൺസ്യൂം ചെയ്യുന്ന സാധനം അവർക്കത് കൺസ്യൂം ചെയ്യാൻ കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. സോ ഷുഡ് യു മേക്ക് സംതിങ് ദാറ്റ്സ് ഈസിയർ ടു കൺസ്യൂം ഓർ should you make something that will train them to be more patient to consume? That depends definitely on what the deliverable is or what the medium is. If you are asking about a video or it is like a very quick reel on Instagram, what is the USP? There is USP for everything. The unique selling point of anything, usually it is told in marketing, but I feel everything is having a USP. So the first step for you to crack what the USP of that project is. If that requires the amount of time or attention, you have to design it accordingly. If that doesn't need attention, it is like a very 5-second gig, then you have to design it that way. So understanding that makes you a good designer, and then communicate that to the audience. ഐ തിങ്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആർട്ടിസ്റ്റ്. നമ്മൾ ഓരോ ആൾക്കാർക്ക് എന്ത് വേണം എന്നുള്ളത് ആർട്ടിസ്റ്റിൻ്റെ സ്റ്റൈൽ അനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ ക്ലയൻസും സീക്ക് ചെയ്യുന്നത്. ഭയങ്കര സബ്ജക്റ്റീവാണ്. എനിക്കൊന്ന് നമ്മൾ സെഷൻസ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പം സെഷൻസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ഒരു സാധനം കൂടെ ക്ലോസിംഗ് നോട്ടായിട്ട് പറയാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിന് എന്തുകൊണ്ട് ഡിസൈൻ തിങ്കിങ് ആവശ്യമാണ്, അത് എങ്ങനെ നമ്മളെ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അത് നമ്മളിൽ ഓരോ മനുഷ്യർ അറിയുകയും അത് പ്രീച്ച് ചെയ്യുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം നമ്മളുടെ നാട് ഒരു പ്രൈമറി ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ട് ഒരു സെക്കൻഡറി ഡെവലപ്മെൻറ്റിലോട്ട് എത്തി നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. നമ്മൾ ഹെൽത്ത് വൈസ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ, പ്രൈമറി ഹെൽത്ത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ അച്ചീവ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന ഓരോ പ്രോഡക്ട്സും അതിനനുസരിച്ച് അത് ഗ്ലോബലി കോമ്പറ്റീറ്റീവ് ആവുന്ന രീതിയിൽ മാർക്കറ്റ് ഫൈൻഡ് ചെയ്യുകയും നമ്മളുടെ GDPനെ സ്ട്രെങ്ത് ചെയ്യണമെങ്കിലും ഒക്കെ ഡിസൈൻ ആവശ്യമുണ്ട്. ഡിസൈൻ തിങ്കിങ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലോട്ടും ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം നമ്മളുടെ നാടിന് ഇൻഡസ്ട്രീസ് പോസിബിൾ അല്ല നമ്മളുടെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ വെച്ചിട്ട്. അതേപോലെ നമ്മൾ സർവീസ് സെക്ടറിലാണ് നിൽക്കുന്നത്. അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഇനിയുള്ളത് നമ്മളുടെ അറിവ്, നോളജ് എക്കോണമി എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. അപ്പോൾ നോളജ് എക്കോണമിയുടെ ഏറ്റവും വലിയൊരു പില്ലറാണ് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഡിസൈൻ തിങ്കിങ്ങിൽ നമുക്ക് എത്രത്തോളം നമ്മളുടെ ഇവിടെയുള്ള ചായക്കടയിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ വായനശാലകളും ഓരോ മാർക്കറ്റ് സ്പേസിലും ഒക്കെ നമുക്ക് ഡിസൈൻ തിങ്കിങ്ങിനെ എങ്ങനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഒപ്പം അതിനെ ഒരു കളക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ്സിനെ ഫോം ചെയ്യുന്നതിലും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൾച്ചർ ബിൽഡ് ചെയ്യുന്ന രീതിയിലും ഒക്കെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇറ്റ് വുഡ് ബി നൈസ്
we can unite people through design. We can build a world of designers. Thank you.